അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവനയോട് ആവശ്യപ്പെടുവാനുള്ളത്. ഇത്ര വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ അവർ അങ്ങനെയായിത്തീരും ഇങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു യുവതലമുറയെ അപമാനിക്കൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. മീനച്ചിൽ താലൂക്കിൽ 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ആംഗിളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രസ്താവനയും വന്നിട്ടുള്ളത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളും കോടതികളും അങ്ങനെയൊരു ലവ് ജിഹാദ് രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടു വീണ്ടും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് നാട്ടിൽ കലാപാഹ്വാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അദ്ദേഹത്തിന് നിയമപരമായി അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കൊടുക്കാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവനയോട് ആവശ്യപ്പെടുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരുന്ന, അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു പ്രദേശത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹം പുതിയതല്ല, പലതവണ നടത്തിയിട്ടുണ്ട്. അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഇത്. അദ്ദേഹത്തിൻ്റെ കൈവശം അതിനുള്ള തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നിലവിലുള്ള ഏജൻസികളെല്ലാം കൃത്യമായി അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ 400 ആൾക്കാരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രണയം നടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്നത്തെ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ രാജ്യത്ത് യുവാക്കളെ യുവതികളെ സാമൂഹികപരമായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ജോലി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ അടക്കം പല ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ സ്വയം കാലിൽ സ്വന്തമായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇത്ര വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കണം, അല്ലെങ്കിൽ അവർ അങ്ങനെയായിത്തീരും ഇങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു യുവതലമുറയെ അപമാനിക്കൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ഇത്തരം വേദികൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും വർഗീയ പരാമർശങ്ങൾക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ നല്ലവരായ സമുദായ സ്നേഹികളോടും ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ട്, അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടയ്ക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.